ഇതാണ് നമ്മുടെ എജൂസ് അക്കാഡമിയുടെ അഭിമാനമായ കുട്ടികൾ കേട്ടോ. ഫസ്റ്റ് റാങ്ക് മേടിച്ച കുട്ടികളാണ്. അതുകൂടാതെ തന്നെ ഏകദേശം 300-ൽ കൂടുതൽ റാങ്കുകൾ നമുക്ക് 2025 പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ഓർത്തിരിക്കാൻ കഴിയും. അതുകൂടാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ അല്ലെ പഠിച്ചു തുടങ്ങിയിരുന്നുവെങ്കിൽ കിട്ടാമായിരുന്നു എന്ന ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ധാരാളം കുട്ടികൾ, നമ്മുടെ കുട്ടികളല്ലാത്തവരും ഒക്കെ ആയിട്ട് നമ്മൾ വിളിച്ചിട്ട് ലോങ് ടേം പ്രിപ്പറേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ നമ്മളെ അന്വേഷിച്ചു. സോ അങ്ങനെ ഉള്ള കുട്ടികൾ, ഹൈ ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ JPHN എക്സാമിനേഷൻ കഴിഞ്ഞു അല്ലേ. JPHN എക്സാമിനേഷൻ കഴിഞ്ഞു, പലയിടത്തും റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ജോയിനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എജൂസ് അക്കാഡമിയുടെ ഒരു അഭിമാനമായിട്ട് പറയട്ടെ, നമ്മുടെ ഒരുപാട് കുട്ടികൾ, അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഏകദേശം 90% കുട്ടികൾ നമ്മുടെ എജൂസ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് കുട്ടികൾക്കൊക്കെ ആ ലിസ്റ്റിലോട്ട് കയറിപ്പെടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ലിസ്റ്റിൽ ഏറ്റവും പുറകിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് കുറച്ചുകൂടെ നന്നായിട്ട്, കുറച്ചുകൂടെ നേരത്തെ പഠിച്ചു തുടങ്ങിയിരുന്നുവെങ്കിൽ കിട്ടാമായിരുന്നു എന്ന ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ധാരാളം കുട്ടികൾ, നമ്മുടെ കുട്ടികളല്ലാത്തവരും ഒക്കെ ആയിട്ട് നമ്മൾ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് ഉണ്ടാകുമോ, അതായത് നമുക്ക് ലോങ് ടേം ആയിട്ട് JPHN എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു കോഴ്സ് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് ഒരു നിരന്തരമായിട്ടുള്ള ഒരു എൻക്വയറീസ് നമുക്കുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യം കുറച്ച് എൻക്വയറീസ് ഒക്കെ വന്നപ്പോൾ നമ്മൾ അത് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. പക്ഷേ എങ്കിലും നിരന്തരമായിട്ട്, അതായത് ഒരു ലോങ് ടേം പ്രിപ്പറേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ നമ്മളെ അന്വേഷിച്ചു. സോ അങ്ങനെ ഉള്ള കുട്ടികൾക്ക് ഒരു മറുപടി എന്നുള്ള നിലയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഏതൊരു എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്ത് കഴിഞ്ഞാലും അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്ട്രാറ്റജിക്കലി നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ലോങ് ടേം ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ പഠനം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ ബാക്കിയുള്ള ജോലി കാര്യങ്ങളൊന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ നമുക്ക് പഠിച്ച് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൂടാതെ നമുക്ക് പല പ്രാവശ്യം റിവൈസ് ചെയ്തിട്ട് നമുക്ക് എക്സാമിന് വേണ്ടി പോകാനായിട്ട് കഴിയും അല്ലേ. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, വളരെ ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ വലിയ കഷ്ടപ്പാടുകളില്ലാതെ തന്നെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ അതിന് മുന്നേ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ പല കുട്ടികൾക്കും ഒക്കെ ഉള്ള ഡൗട്ടാണ് JPHN പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളത് കേട്ടോ. JPHN എക്സാം പഠിച്ചാൽ കിട്ടുമോ അല്ലെ. സോ ഇതിന്റെ ആൻസർ എന്താണ്, ഒറ്റ വാക്കിൽ ഒരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അല്ലെ, 100% ഉറപ്പാണ്, പഠിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാകണം, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടാകണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആരാണെങ്കിലും, ഏത് ലെവലിൽ നിൽക്കുന്നവർക്കാണെങ്കിലും എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. ഇനി ഞാൻ നമ്മുടെ എജൂസ് അക്കാഡമിയുടെ അഭിമാനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. അതായത് ഈ കഴിഞ്ഞ എക്സാമിനേഷന് കേട്ടോ, കഴിഞ്ഞ എക്സാമിനേഷന് 10-ൽ കൂടുതൽ ഇതുവരെ എനിക്ക് തോന്നുന്നു വന്നിരിക്കുന്ന ഡിസ്ട്രിക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 8 ഡിസ്ട്രിക്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതിൽ 10-ൽ കൂടുതൽ ഫസ്റ്റ് റാങ്ക് ആണ് നമുക്ക് എജൂസ് അക്കാഡമിക്ക് സ്വന്തമായിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ എജൂസ് അക്കാഡമിയുടെ അഭിമാനമായ കുട്ടികൾ കേട്ടോ. ഫസ്റ്റ് റാങ്ക് മേടിച്ച കുട്ടികളാണ്. അതുകൂടാതെ തന്നെ ഏകദേശം 300-ൽ കൂടുതൽ റാങ്കുകൾ നമുക്ക് 2025 ഇതുവരെ നമുക്ക് നേടാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ സെക്കൻഡ് റാങ്ക് മേടിച്ച കുട്ടികളുടെ ലിസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. അതുകൂടാതെ ഈ കാണുന്ന പോലെ തേർഡ് റാങ്ക്, അങ്ങനെ നമുക്ക് ഏകദേശം 75 സ്റ്റുഡൻസിൽ കൂടുതൽ ആദ്യത്തെ 10 റാങ്കുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞു നമ്മുടെ എജൂസ് അക്കാഡമിയുടെ സ്റ്റുഡൻസിന്. സോ ഇതൊക്കെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് വളരെയധികം ഉയർച്ച നൽകുന്ന കാര്യങ്ങളാണ്. സോ അതിന് നമുക്ക് എജൂസ് അക്കാഡമിയും ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ പല കുട്ടികളുമൊക്കെ ഒരു സർക്കാർ സർവീസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കേട്ടോ, പ്രവേശിച്ചു കഴിഞ്ഞു. സോ അപ്പൊ നമുക്ക് ഇനി അടുത്ത വരുന്ന എക്സാമിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ അതിന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കുട്ടികളുടെ ഫോട്ടോസ് കാണിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്കും ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. ഇതുപോലെ ഒരു ഫോട്ടോസ് ഒക്കെ നമുക്ക് ഇതുപോലെ പബ്ലിഷ് ചെയ്ത് കിട്ടാനും ഒക്കെ കഴിയും കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഒരു JPHN എക്സാമിനേഷന് വേണ്ടി ഒരു ലോങ് ടേം ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അതിനു മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒരു വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക, യുവർ ഫ്യൂച്ചർ ഈസ് ക്രിയേറ്റഡ് ബൈ വാട്ട് യു ഡു ടുഡേ നോട്ട് ടുമോറോ. അതായത് നിങ്ങളുടെ ഭാവി തീരുമാനിക്കപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി ഡിസൈൻ ചെയ്യപ്പെടുക നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്, അല്ലാതെ നിങ്ങൾ നാളെ എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടല്ല. അപ്പം പലരും ഒക്കെ നിങ്ങളെ പിന്തിരിപ്പിക്കാനൊക്കെ ഉണ്ടാകും. എക്സാമിനേഷൻ ഇപ്പം ഒന്നും ഉണ്ടാവില്ല, കുറെ കൂടെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, അപ്പൊ പിന്നീട് പഠിച്ചു തുടങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ബാക്കിലേക്കൊക്കെ പുള്ള് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ
നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കിയാൽ നമുക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റെഗുലർ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. എങ്കിലും ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. ഒന്ന് ന്യൂമോണിക്സ് ഒക്കെ വെച്ച് പഠിക്കുക. അതായത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് നമ്മുടെ പ്രൊഫഷനുമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഷോർട്ട് ഫോംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പഠിക്കാം. കൂടാതെ മൈൻഡ് മാപ്സ്, അതായത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ തന്നെ ഭാവനയായിട്ട് ഇങ്ങനെ ഓരോരോ കോറിലേറ്റ് ചെയ്തിട്ട് പഠിക്കുക. ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ഓർത്തിരിക്കാൻ കഴിയും. അതുകൂടാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ അല്ലെ നമ്മൾ ബാക്കിയുള്ളവർക്ക് പറയുക, അല്ലെങ്കിൽ വേറൊരാളിനെ നമ്മൾ പഠിപ്പിക്കുക കേട്ടോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഈ മറ്റൊരാളെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്കത് കൂടുതലായിട്ട് ഹൃദയസ്ഥമാകുകയാണ് ചെയ്യുക കേട്ടോ. അപ്പം ടീച്ച് സമ്മൺ എൽസ്. നെക്സ്റ്റ് പറയുന്നത് പ്രാക്ടീസ് ആക്റ്റീവ് റീകോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തെന്ന് വെച്ചോളൂ കേട്ടോ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ബുക്കൊക്കെ ഒന്ന് അടച്ചു വയ്ക്കുക, എന്നിട്ട് ഒന്ന് ഓർത്ത് നോക്കുക എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ ആക്റ്റീവായിട്ട് നമ്മൾ റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. കൂടാതെ റിവൈസ് ഇൻ ഇന്റർവെൽസ്, അതായത് ഒരു സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പഠിച്ചു, നാളെ റിവൈസ് ചെയ്തു, പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടോ അല്ല റിവൈസ് ചെയ്യേണ്ടത്. എന്താണ്, ഇടയ്ക്കിടയ്ക്ക് ബ്രീഫായിട്ട് ഒരാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി അതനുസരിച്ച് നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നമ്മൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. കളർ കോഡ് അല്ലെങ്കിൽ കളർ ഹൈലൈറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ജസ്റ്റ് അതിലേക്കൂടെ ഒന്ന് മറച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കണ്ണ് അതിൽ പെടുകയും നമുക്ക് കൂടുതലായിട്ട് ഓർത്തിരിക്കാൻ കഴിയും കേട്ടോ. നെക്സ്റ്റ് നോക്കിയാൽ എക്സാം സ്ട്രാറ്റജീസ്. നമുക്ക് ജെപിഎച്ചിന് എക്സാം അറിയാം അല്ലേ, 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാകുക. 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ കറക്റ്റ് ആൻസർ 4 ഓപ്ഷൻസ് ഉണ്ടാകും, ഒരെണ്ണം കറക്റ്റ് ആൻസർ ആയിരിക്കും. 1/3 അല്ലെങ്കിൽ 0.33 മാർക്സ് ആണ് നെഗറ്റീവ് ആയിട്ട് പോകുക. അതായത് നമ്മളിപ്പം ഒരു ആൻസർ എഴുതിയത് തെറ്റിപ്പോയി എന്ന് വെച്ചാൽ എന്താണ്, അതുവരെ നമുക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് 0.33 മാർക്സ് കുറയുകയാണ് ചെയ്യുക കേട്ടോ. ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ വരുന്നത് 1.5 മണിക്കൂറാണ് കേട്ടോ, 90 മിനിറ്റ്സ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഒരുപാട് കുട്ടികളുടെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ ഈ JPH ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ JPHന്റെ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ച കുറേ കുട്ടികളുണ്ടല്ലോ, അതുപോലെ ഞങ്ങളുടെ അഭിമാനമാകാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിച്ചു തുടങ്ങാം. സോ ഞങ്ങൾ ഉടനെ തന്നെ നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നിങ്ങൾ ഇപ്പോഴേ ലോങ് ടേം ആയിട്ട് വളരെ പെയിനും ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഇപ്പം നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജോലിയുടെ കൂടെ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഒരുപാട് ഹെക്ടിക് ആകത്തില്ല. എക്സാമിനേഷൻ നോട്ടിഫിക്കേഷനും ഡേറ്റും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ കുറേ പ്രാവശ്യം റിവൈസ് ചെയ്ത് പിന്നെ ഷോർട്ട് ആയിട്ടൊരു കോഴ്സ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാം വളരെ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് അല്ലെങ്കിൽ ആദ്യത്തെ 10 റാങ്കിലൊക്കെ നമുക്ക് മേടിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പം നമ്മുടെ ക്ലാസ്സുകളുടെ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സുകൾ ഉണ്ടാകും. പിന്നെ ഓരോ തിയറി ക്ലാസ്സിന്റെയും കൂടെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, പിന്നെ പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ടാകും. അതുകൂടാതെ പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻസ് ഉണ്ടാകും, പിന്നെ ഷോർട്ട് ഷോർട്സ് ഉണ്ടാകും. സോ ഇതാണ് ആക്ച്വലി നമ്മുടെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി വരിക കേട്ടോ. അപ്പം നന്നായിട്ട് പഠിക്കുക. അപ്പം ഞാൻ നിങ്ങളോട് പറയുക, സ്റ്റാർട്ട് നൗ നോട്ട് ടുമോറോ കേട്ടോ. നിങ്ങൾ പിന്നത്തേക്ക് വയ്ക്കാതെ, നാളത്തേക്ക് വയ്ക്കാതെ, പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് എക്സാം നമുക്ക് നന്നായിട്ട് എഴുതി നല്ല ഏറ്റവും ടോപ്പ് റാങ്ക് തന്നെ മേടിച്ച് നമുക്ക് സർക്കാർ സർവീസിലേക്ക് കയറാനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ടാകട്ടെ. സോ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.